ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്ലോപ്ഡ് ഫൂട്ടിങ് വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വരച്ചു. അടുത്ത് വരയ്ക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണ്, അതായത് കമ്പൈൻ ചെയ്തിട്ടുള്ള, അതായത് 2 കോളം വരുന്ന ഫൂട്ടിങ്സ് ആണ്. നോക്കിയേ, റെക്റ്റാങ്കുലർ ആണ് ഷേപ്പ്, 2 കോളം വരുന്നുണ്ട്. നമ്മൾ ഇത്ര നാൾ വരച്ചിരുന്നത് ഓരോ കോളം വെച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. കമ്പൈൻഡ് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ ആർക്കെങ്കിലും? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതായത് നമ്മൾ ഇത്ര നാൾ വരച്ചത് സിംഗിൾ ആയിരുന്നു, അതായത് എന്തായിരുന്നു, ഒരൊറ്റ കോളം മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അടുത്ത എന്താണ്, 2 കോളംസ്, അതായത് ഒരു ഫൂട്ടിങ്ങിൽ തന്നെ 2 കോളംസ് വരുന്ന ഫൗണ്ടേഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതാണ് അതിൻ്റെ പ്ലാൻ വരുന്നത്. എന്താണ് ഷേപ്പ്? ഫൂട്ടിങ്ങിൻ്റെ ഷേപ്പ് ഏതാ വരുന്നത്? പേരിൽ തന്നെയുണ്ട്, കമ്പൈൻഡ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണ് വരുന്നത്. എന്താണ്? റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണ് വരുന്നത്. എത്രയാണ് സൈസ് പറഞ്ഞിട്ടുള്ളത്? ഫൂട്ടിങ്ങിൻ്റെ സൈസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? കണ്ടോ സൈസ്? ഫിഗറിൽ കാണുന്നുണ്ടോ സൈസ്? ഇവിടെ ഒരു 500 mm പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു 5000 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, വീണ്ടും ഒരു 500 ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്ര വരിക? 5000. 500 വെച്ച് വരുമ്പോൾ എത്രയാവും? 6000 ആണ്. 6000 mm ആണ് എന്ത് തന്നിട്ടുള്ളത് നമുക്ക്? റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിലെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, അതിൻ്റെ വിഡ്ത്ത് എത്ര തന്നിട്ടുള്ളത്? വിഡ്ത്ത് എത്ര തന്നിട്ടുള്ളത്? നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ പറയുന്ന ഡാറ്റാസൊക്കെ. 1600 mm. റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിലെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് 6000 ആണ്. 6000 mm ആണ്. 6000 mm ആണ്. വിഡ്ത്ത് എത്ര തന്നിട്ടുള്ളത്? വിഡ്ത്ത് എത്ര തന്നിട്ടുള്ളത്? പറയ്, വിഡ്ത്ത് എത്ര തന്നിട്ടുള്ളത്? 1600 എങ്ങനെ കാണുന്നില്ലല്ലോ. അതാണ് ഞാൻ അവിടെ എടുത്ത് എഴുതി തന്നത്. കണ്ടോ? 6600. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പിന്നെ അതിൻ്റെ ഉള്ളിൽ കോളംസ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ റെക്റ്റാങ്കുലർ വരയ്ക്കണം അല്ലേ പ്ലാനിന് വേണ്ടിയിട്ട്. എത്രയാണ് ലെങ്ത്ത്? 6000 mm. ഈ 6000 mm നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. അപ്പോൾ 6000 mm എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആവും? 600 സെൻറ്റിമീറ്റർ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ ചെയ്യുക. mm സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് സ്കെയിൽ ചെയ്യുക. എത്രയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും? 1:10 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1:10 ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര വാല്യൂ കിട്ടുക? 600 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക അതറിയില്ലേ നിങ്ങൾക്ക്? 60 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം?
ചേഞ്ച് ചെയ്യണം. സ്കെയിൽ എത്രയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും? 1:10 ചെയ്യാൻ പറ്റില്ല. 6 1:10 ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? വലിയ വാല്യൂ ആണ് വരുന്നത്, നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതായത് സ്കെയിൽ ചെയ്യുന്ന വാല്യൂ കൂടിയാലേ നമുക്ക് കുറഞ്ഞ അളവുകൾ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? 10 പറ്റില്ല. അപ്പം അതിലും വലുത് ചെയ്യണം. 1:20 ആണെങ്കിലോ എത്ര വരും? 30 ആണ് വരിക. എത്രയാണ് വരിക? 30 ആണ് വരിക. 30യിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയില് വീണ്ടും കൂട്ടണം. എത്രയിൽ ചെയ്യാം? 1:100 ചെയ്താൽ എന്ത് കിട്ടും? 1:100 ചെയ്താൽ എത്ര കിട്ടും? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്ററിൽ ചെയ്താൽ എന്താ കുഴപ്പം? നോക്കിയേ, ഈ റെക്റ്റാങ്കുലർ ഫ്രൂട്ടിങ്ങിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് 6 ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ സ്കെയിൽ ചെയ്ത വാല്യൂ കിട്ടിയത് 6 ആണ് നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ആ കോളംസ് ഒക്കെ വരയ്ക്കണം. അപ്പോൾ ഈ 500-നെ കോളത്തിൻ്റെ സൈസ് വരുന്നത് 500 ആണ്. എത്രയാണ് വരുന്നത്? കോളത്തിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? 500 അല്ലേ വരുന്നത്? ഒരെണ്ണം 500/500-ഉം വേറെ ഒരെണ്ണം വരുന്നത് 600/600 അപ്പോൾ 500-നെ നമ്മൾ സ്കെയിൽ ചെയ്ത് നോക്കുക. നമ്മൾ ഏറ്റവും വലിയ വാല്യൂവിനെ ആദ്യം സ്കെയിൽ ചെയ്തു, ഏറ്റവും ചെറിയ വാല്യൂവിനും സ്കെയിൽ ചെയ്ത് നോക്കുക. 500-നെ സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് വരും? 500 mm ആണ്. അതിന് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ വരും അല്ലേ? അപ്പോൾ 100 കൊണ്ടാണ് സ്കെയിൽ ചെയ്യണേ. എത്ര വരും വാല്യൂ? 5 എത്ര വരിക? 50/100 ചെയ്യുമ്പോൾ 50/100 എത്ര വരിക? 0.5. എത്രയാ വരിക? എത്ര? 0.5 വരും. അപ്പം എന്താ പ്രശ്നം? ഡ്രോയിങ് ചെറുതാവും. അതായത് 0.5-ലൊക്കെ കോളം വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കുറച്ചേ ഉള്ളൂ അല്ലേ? അപ്പം എന്ത് പറ്റും? ചെറുതാവും. നമുക്ക് വല്ലാണ്ട് വലുതാവാനും പാടില്ല, ചെറുതാവാനും പാടില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ 1:100 എന്നുള്ളത് മാറ്റി ചെയ്ത് നോക്കുക. എത്ര കൊടുക്കാം? 50 ചെയ്ത് നോക്കൂ. എത്ര വരിക? എന്താ? കോളം 1 സെന്റിമീറ്ററിൽ വരുള്ളൂ 50-ലാകുമ്പോൾ. 50-ൽ വരുമ്പോൾ 50-ൽ സ്കെയിൽ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? കോളത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിക്കണേ. ഇത് എടുത്തിട്ടുള്ളത് എന്തിൻ്റെ കാര്യമാണ്? ലെങ്ത്തിൻ്റെ ആണ്. പറയും. 6000 mm-നെ 600 സെൻറ്റിമീറ്റർ ആക്കി അതിനെ 50 കൊണ്ട് സ്കെയിൽ ചെയ്യാണ്. എത്ര വരും? എത്ര വരിക? വാല്യൂ എത്ര വരിക? 6000-നെ 50 കൊണ്ട് ചെയ്യുമ്പോൾ 12 സെൻറ്റിമീറ്റർ. ഇപ്പം എന്ത് ചെയ്യാം? 12 സെൻറ്റിമീറ്ററിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കോളം എത്ര കിട്ടും നോക്കിയേ? 1 സെന്റിമീറ്റർ. കോളം എന്ത് വരും? 50 കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം എന്ത് കിട്ടും? 1 സെൻറ്റിമീറ്റർ. കുഴപ്പമില്ലല്ലോ. വലിയ വാല്യൂ നമ്മൾ ചെയ്ത് നോക്കി, ചെറിയ വാല്യൂ ചെയ്ത് നോക്കി. നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് പറ്റും ഈ സ്കെയിലിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്കെയിൽ എടുത്തേക്കുന്നത് എത്രയാ? സ്കെയിൽ ഏതാ ഫിക്സ് ചെയ്യുന്നേ? 1:1 25 അല്ലേ നല്ലത്?
ഇതിന് ഡബിൾ 24 സെന്റിമീറ്റർ വരക്കാൻ കഴിയില്ല. 24 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു ഡ്രോയിങ്ങേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയ ഡ്രോയിങ് ആയിരിക്കും. 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് ആഫ്റ്ററിൽ ഒരു സ്കെയിലിൻ്റെ വലുപ്പം വരും. 25 സെൻറ്റിമീറ്റർ അല്ല 1 സെൻറ്റിമീറ്ററേ കുറയുള്ളൂ. അത്ര വലിയ ഡ്രോയിങ് വരയ്ക്കണോ? മാക്സിമം നമുക്ക് എത്ര സ്കെയിൽ ഉപയോഗം 100 വരെയൊക്കെ വരയ്ക്കാം അല്ലേ വേണമെന്നുണ്ടെങ്കിൽ? നമ്മുടെ വാല്യൂ അനുസരിച്ച്, അതായത് നമുക്ക് തരുന്ന വാല്യൂ അനുസരിച്ച് നമുക്ക് ഷീറ്റിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്കെയിൽ ചെയ്യാം. അതിപ്പോൾ ഒരാൾ ചെയ്യുന്ന സ്കെയിലിൽ തന്നെ മറ്റാൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു 1:50 ചെയ്യാമെന്ന്. നിങ്ങൾക്ക് 1:75 ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ 75 ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ 1:20 നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ 20 ചെയ്യുക. അല്ലെങ്കിൽ 100 ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ 100 ചെയ്തോ. ചെയ്യുന്ന സ്കെയിൽ ചെയ്യുന്ന വാല്യൂസ് കറക്റ്റ് ആയിരിക്കണതേ ഉള്ളൂ. ഏത് സ്കെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ല, അവർ ഡാറ്റ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. സ്കെയിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് ഒരാൾ എടുക്കുന്ന സ്കെയിൽ തന്നെ മറ്റാൾ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള 6000 തന്നെ ആയിരിക്കില്ല അവർ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ. ചിലപ്പോൾ 8000 തരാം, ചിലപ്പോൾ കുറവായിരിക്കും 5000 തരാം, അല്ലെങ്കിൽ 4000 തരാം. അതിനനുസരിച്ച് സ്കെയിൽ എന്തായാലും മാറും. മനസ്സിലായോ? അപ്പോൾ അതായത് നിങ്ങൾ എടുക്കുന്ന സ്കെയില് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കുറച്ചാണ്. ഇതിൽ വരച്ച് കഴിഞ്ഞാൽ എന്തോരം വലിപ്പം വരും, നമുക്ക് എക്സാമിന് ബാക്കിയുള്ള ഡ്രോയിങ്സ് വരയ്ക്കാൻ പറ്റുമോ, അതുപോലെ എങ്ങനെ ഉണ്ടാവും ആ ഫിഗർ കാണാനായിട്ട്. നമുക്കിങ്ങനെ വലിയതായിട്ട് വരച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാല്യൂസ് കറക്റ്റ് ആയിരിക്കണം. ഷീറ്റിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വരയ്ക്കാൻ പറ്റണം. അതായത് ഞാൻ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് മാനേജ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ എപ്പോഴും വരച്ച് തുടങ്ങുമ്പോൾ ഇത്രയൊക്കെയാണ് വാല്യൂസ് വരിക, അപ്പോൾ ഇത്ര സ്ഥലം നമുക്ക് ആവശ്യം വരും, അപ്പോൾ അതിനനുസരിച്ച് വരച്ച് തുടങ്ങണമെന്ന് കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷീറ്റ് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഒരു ഷീറ്റ് തന്നു കഴിഞ്ഞാൽ ഡ്രോയിങ് വരയ്ക്കുക എന്നത് മാത്രമല്ല അവർ ചെക്ക് ചെയ്യുക. അതിൻ്റെ നീറ്റ്നെസ്സിനോടൊപ്പം തന്നെ ഷീറ്റ് എത്രത്തോളം മാനേജ് ചെയ്ത് ഷീറ്റ് വരച്ചിട്ടുണ്ടെന്ന് നോക്കും. നമുക്കൊരു ഷീറ്റ് തന്നാൽ ആ ഷീറ്റിൽ എത്രയൊക്കെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും വരയ്ക്കാം, എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും. മനസ്സിലായോ? പക്ഷേ ഷീറ്റ് മാനേജ് ചെയ്യാനായിട്ട് അറിയണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്കെയിൽ 1:50 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6000 എന്നുള്ളത് എത്രയാണ് എടുക്കേണ്ടി വരിക? പറഞ്ഞേ, എത്രയാണ് പറഞ്ഞേ നമ്മൾ? അതായത് 600 mm അല്ല, 6000 mm എന്നുള്ളത് 600 സെൻറ്റിമീറ്റർ ആക്കി ഡിവൈഡഡ് ബൈ 5 ചെയ്തു. എന്താണ്, എത്ര വന്നു? 12 സെൻറ്റിമീറ്റർ. എന്താ വന്നേ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന റെക്റ്റാങ്കുലർ ലെങ്ത് എത്രയിൽ വരയ്ക്കണം? 12 എത്രയിൽ വരയ്ക്കണം? 12 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? അടുത്തതിൽ വിട്ട് പറഞ്ഞേ. വിട്ട് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 1600 mm ആണ്. അതിന് സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ? 1:50 സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടുക പറഞ്ഞേ? വിട്ട് 3.2. എത്ര വരും? 3.2. 3.2. അപ്പോൾ എന്ത് ചെയ്യണം? വിട്ട് 3.2 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. പിന്നെ ഇനി എന്ത് ചെയ്യണം? ഈ റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് ഈ റെക്റ്റാങ്കുലർ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. റെക്റ്റാങ്കുലർ ജോയിൻ ചെയ്യാം. എക്കോ വരുന്നുണ്ടോ? റെക്റ്റാങ്കുലർ ജോയിൻ ചെയ്യാം. അടുത്ത് ഇനി നമുക്ക് ഇതിലെന്താ വരയ്ക്കണ്ടേ? ഫൂട്ടിങ് വരച്ചു. പിന്നെ എന്ത് വരയ്ക്കണം? കോളംസ് വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ കോളത്തിൻ്റെ സൈസ് നോക്കിയേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ കോളത്തിൻ്റെ സൈസുകൾ? 500 by
500. അതായത് ഒരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. എന്താണ് 500 by 500. ഇപ്പുറത്തെ കോളം നോക്കിയാൽ എത്ര വരുന്നത്? 600 by 600. പറഞ്ഞേ എങ്ങനെയായിരിക്കും വരിക? 500 by 500. ആ കോളാണെങ്കിൽ നമുക്ക് എത്ര സൈസിൽ വരയ്ക്കേണ്ടി വരും? 1 സെൻറ്റിമീറ്ററിലായിരിക്കണം ഇവിടുത്തെ വരേണ്ടത്. ഇവിടുത്തെ കോളം, അതായത് എ എന്ന് പറയുന്ന കോളം. കോളം എ. ഓക്കെ, അടുത്തത് കോളം ബി പറഞ്ഞേ. എന്താ? 1.2 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ. അപ്പം എങ്ങനെ വരയ്ക്കാം? കോളം നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ സെൻറ്ററിലായിരിക്കണം വരയ്ക്കേണ്ടത്. അതായത് ലെങ്ത്തിന് സെൻറ്ററിലല്ല, വിഡ്ത്തിൻ്റെ സെൻറ്ററിലായിരിക്കണം വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 3.2ൻ്റെ സെൻറ്റർ, അതായത് 3.2 ആണ് വിഡ്ത്ത് വരുന്നത്. ആ 3.2 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ എത്രയാണ് വരിക? അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ഏതായിരിക്കും വരിക? സെൻറ്റർ പോയിൻ്റ് 1.6. ഇപ്പം എന്ത് ചെയ്യണം? 1.6ൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ലൈൻ വരച്ചിടുക. അവിടെ ആയിരിക്കണം എന്ത് വരേണ്ടത്? കോളത്തിൻ്റെ സെൻറ്ററും വരേണ്ടത്. ഓക്കെ, അടുത്ത ഇതിൽ നോക്കിയേ. ഈ എൻഡിൽ നിന്ന് കോളത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുള്ളത്? ഇതിട്ടോ നോട്ടേ എത്രയാണ് വരുന്നത്? 500. അപ്പം എന്ത് വരും? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എത്ര വിടണം? 1 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം? ഓഫ്സെറ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇപ്പം എവിടെ വേണം വരാനായിട്ട്? ആ 1 പോയിൻ്റ് മാറ്റി ഒരു ഓഫ്സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ വേണം, ഈ പോയിൻ്റ് വേണം എന്ത് ആവാനായിട്ട്? സെൻറ്റർ പോയിൻ്റ് ആവാനായിട്ട്. ഞാനത് ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം കോളത്തിൻ്റെ സെൻറ്റർ. ക്ലിയർ ആയോ? പിന്നെ കോളത്തിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞ? 1 സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കേണ്ടത് അല്ലേ? 1 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? എല്ലാ സൈഡിലേക്കും 4 സൈഡിലേക്കും 0.5 വെച്ച് ഓഫ്സെറ്റ് വരയ്ക്കുക. ഇവിടേക്ക് 0.5, ഇവിടേക്ക് 0.5, ഇവിടേക്ക് 0.5, ഇവിടേക്കും 0.5 അല്ലേ? അവിടെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കണം, അല്ല സ്ക്വയർ നമ്മൾ വരയ്ക്കണം. ക്ലിയർ ആയോ? കോളം വരച്ചത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അടുത്ത എന്താണ്? അടുത്ത കോളം വരയ്ക്കണം. അടുത്ത കോളം ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 500 mm ഓഫ്സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ 1 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് വരയ്ക്കുക. ഇവിടെ 3.2 ആണ് വരുന്നത്. ആ 3.2ൻ്റെ മിഡിലെ ലൈൻ വരയ്ക്കുക.
ക്ലിയർ ആയോ? നേരത്തെ കോളം പോലെയല്ല, ഇവിടുത്തെ കോളത്തിൻ്റെ എന്ത് മാറിയിട്ടുണ്ട്? സൈസ് മാറിയിട്ടുണ്ട്. 500 അല്ല വരുന്നത്, 600 ആണ് വരുന്നത്. അപ്പോൾ 600നെ സ്കെയിൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? കോളം ബി എത്രയാണ് പറഞ്ഞേ? 1.2. അപ്പോൾ നമുക്ക് നേരത്തെ 0.5 ആണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കൊടുക്കേണ്ടി വരും? 1.2ൻ്റെ പകുതി അല്ലേ? എന്താ? 1.2 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. എന്നാലാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കാൻ പറ്റില്ല. എത്ര വാല്യൂ വരിക? 0.6 സെൻറ്റിമീറ്റർ. വരച്ചാലോ? ഇപ്പുറത്തേക്ക് 0.6 കൊടുത്തു, ഇപ്പുറത്തേക്ക് 0.6, മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യണം? കോളം വരയ്ക്കണം. പ്ലാൻ ക്ലിയർ ആണല്ലോ? പ്ലാനിൽ നമുക്ക് വരയ്ക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണ്. റെക്റ്റാങ്കുലർ സൈസിൽ ആദ്യം റെക്റ്റാങ്കുലർ വരച്ചു, അതിൻ്റെ ഉള്ളിൽ 2 കോളംസ് ആഡ് ചെയ്ത് കൊടുത്തു. 2 കോളത്തിൻ്റെയും സൈസ് ഡിഫറൻ്റ് ആണ്, അത് തെറ്റാതെ തന്നെ വരയ്ക്കണം. നിങ്ങൾക്ക് തരുമ്പോൾ കോളം 1 കോളം 2 എന്ന് തരും. ആ കോളത്തിൻ്റെ സൈസുകൾ തന്നിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഒരു കോളം ഇതേ സൈസാണ് എന്ന് വിചാരിച്ച് അടുത്ത കോളം അതേ സൈസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ കോളത്തിൻ്റെ സൈസുകൾ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ വരയ്ക്കുക. ഓഫ്സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫ്സെറ്റ് മാറി കോളത്തിൻ്റെ സെൻറ്റർ വരണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വിഡ്ത്തിൻ്റെ സൈഡിൽ എന്തായിരിക്കണം? സെൻറ്ററിലായിരിക്കണം എന്ത് വരേണ്ടത്? കോളം വരേണ്ടത്. തോന്നിയതുപോലെ വരയ്ക്കാൻ പറ്റില്ല. വിഡ്ത്തിൻ്റെ സെൻറ്ററിൽ തന്നെ വേണം വരയ്ക്കാൻ. വിഡ്ത്തിൻ്റെ സെൻറ്ററിലായിരിക്കണം എന്ത് വരേണ്ടത്? സെൻറ്ററിൻ്റെ ലൈനിലായിരിക്കണം കോളത്തിൻ്റെ സെൻറ്ററും വരേണ്ടത്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് വരയ്ക്കുന്ന, അതായത് 500 mm നമുക്ക് ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. എൻഡ് പോയിന്റിൽ നിന്ന് 500 mm ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. ആ ഓഫ്സെറ്റ് ലൈനിലായിരിക്കണം എന്ത് വരേണ്ടത്? കോളത്തിൻ്റെ സെൻറ്റർ വരേണ്ടത്. ഇതാണ് പ്ലാനിൽ വരുന്നത്. സെക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് സെക്ഷൻ ലൈൻ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇതാണ് സെക്ഷൻ ലൈൻ എ. സെക്ഷൻ ലൈൻ എ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കോളം ഇല്ലാതെ കട്ട് ചെയ്യരുത്, കോളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കോളം ഇല്ലാതെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്? കോളത്തിൻ്റെ പുറമേ നിന്ന് നോക്കുന്നത് മാത്രമേ കാണുള്ളൂ. ഓക്കെ, നമുക്ക് എവിടെ വേണമെങ്കിലും സെക്ഷൻ ലൈൻ കൊടുക്കാൻ ഏറ്റവും ബെറ്റർ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സെക്ഷൻ ലൈൻ കൊടുക്കേണ്ടത്. എന്ത് വരും? ഇതിൽ നോക്കി, ഈ ഫിഗറിൽ നോക്കിയേ, സെക്ഷൻ്റെ ഭാഗം നോക്കാം കേട്ടോ. ഇതാണ് സെക്ഷൻ ലൈൻ കാണിച്ചിട്ടുള്ളത്. ഡെപ്ത് കാണിച്ചിട്ടുണ്ട്, ഡെപ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണ്ടത് എന്താ? ആ, നമുക്ക് ശരിക്കും വേണ്ടത് സെക്ഷണൽ എലിവേഷൻ ആണ്. അതാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചത്. സെക്ഷൻ ആവുമ്പോൾ ഈ പില്ലറിന്റെ അടിയത്തെ ലൈൻ ഉണ്ടാവില്ലല്ലോ? ഇല്ല. നോക്കിയേ, ഡെപ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡെപ്ത് എത്രയാണ് വരുന്നത്? ഡെപ്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്. എത്രയാണ്? 200 mm. എന്ത് ചെയ്യണം ആദ്യം? ആദ്യം നമുക്ക് ഫൂട്ടിങ് വരയ്ക്കാം. ഫൂട്ടിങ്ങിൻ്റെ സെക്ഷൻ എങ്ങനെ വരും?
ലെങ്ത് ആദ്യം വരയ്ക്കണം. ലെങ്ത് എത്രയിലാണ് വരച്ചേ? 6000 mm എന്നുള്ളത് എത്രയായിരുന്നു? 12 സെന്റിമീറ്റർ. സെന്റിമീറ്റർ. ഇനി നമ്മൾ ഇതിൽ എന്താ കാണിക്കണ്ടേ? ഹൈറ്റ് അല്ല, എന്താ കാണിക്കണ്ടേ? ഡെപ്ത് ആണ്. ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങൾ ഹൈറ്റിൽ ഫൗണ്ടേഷൻ കൊടുക്കാന്നാണോ പറയാ? ഫൗണ്ടേഷൻ ഹൈറ്റിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ? ഫൗണ്ടേഷനിൽ ഹൈറ്റ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഫൗണ്ടേഷനിൽ എന്താണുള്ളത്? ഡെപ്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ്? ഡെപ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ് എത്ര വരുന്നത്? 200 mm. 200 mm നമ്മൾ പറഞ്ഞ സ്കെയിലിൽ ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടാന്ന് ഒന്ന് നോക്കി പറഞ്ഞേ. 0.4 സെന്റിമീറ്റർ. കണ്ടോ? നമ്മൾ 1:50 തന്നെ എടുത്തപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് 0.4 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 100-ലാണ് സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് കിട്ടുക? അതായത് എത്ര സെന്റിമീറ്റർ വരിക? 20 സെന്റിമീറ്ററിനെ 100 കൊണ്ടാണ് സ്കെയിൽ ചെയ്തതെന്ന് വെച്ചാൽ എത്ര വാല്യൂ കിട്ടും? എത്ര കിട്ടുക? 0.2. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഒക്കെ നമുക്ക് 0.2 വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ സ്കെയിൽ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? 0.4 തന്നെ വരയ്ക്കുമ്പോൾ വളരെ കുറവാണ്. നമുക്കൊരു വരച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു നമുക്ക് തോന്നി എന്താ ഇങ്ങനെ ചെറിയ ഒരു തിക്നെസ് എല്ലാം ഉള്ളൂ എന്ന് തോന്നും. ഇപ്പോൾ 0.2 ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല ഇമേജ് കാണാൻ. വരച്ചത് കറക്റ്റ് ആയിരിക്കാം, സ്കെയിൽ ചെയ്ത് കിട്ടിയ വാല്യൂസൊക്കെ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ നമുക്ക് ആ ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഫിഗർ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ വരച്ചത് കാണുമ്പോൾ തന്നെ എന്താണ് ഒരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട്. ഓക്കെ, എന്താ? അതെ, ഒരേ സ്കെയിലാണ് ചെയ്യേണ്ടത്. വേറെ വേറെ സ്കെയിൽ ചൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ഫൗണ്ടേഷൻ്റെ ഫിഗർ ഒരു സ്കെയിലേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേറെ ഫൗണ്ടേഷൻ തന്നാൽ വേറെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സ്കെയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ പ്ലാനിലൊന്നും അങ്ങനെ കാണിക്കില്ല. പ്ലാനിലൊന്നും അങ്ങനെ ബ്രേക്കർ ഇട്ട് കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കെയിലിൻ്റെ ആവശ്യമില്ലല്ലോ. റെഡ്യൂസ്ഡ് സ്കെയിൽ, എൻലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ബ്രേക്കർ ഇട്ട് കാണിച്ചാൽ പോരെ എല്ലാ ഡ്രോയിങ്സും. ഈ ബ്രേക്കർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഒക്കെ തരാത്ത വിഷയത്തിൽ, അതായത് നമുക്ക് ഈ തന്നിട്ടുള്ള ഡാറ്റയിൽ എന്ത് തന്നിട്ടില്ല? കോളത്തിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. അത് എത്ര വേണമെങ്കിലും ആവാം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബ്രേക്കർ കാണിച്ചോളാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് തന്നിട്ടുള്ള ഒരു വാല്യൂവിൽ നമ്മൾ ഒരിക്കലും എന്ത് കാണിക്കാൻ പാടില്ല? ബ്രേക്കർ കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്കെയിൽ ചെയ്യണതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫുൾ സ്കെയിൽ ഇപ്പോൾ 600 സെൻറ്റിമീറ്ററിന് പകരം നമ്മൾ 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ബ്രേക്കർ ഇട്ട് കൊടുത്താൽ പോരെ? ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്കെയിൽ ചെയ്യാൻ നിൽക്കണോ? എന്താണ് വരിക? ഡെപ്ത്. ഓരോ വാല്യൂം സ്കെയിൽ ചെയ്യണത് എഴുതി വെക്കുക. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു ഓർമ്മയുണ്ടാവില്ല. എത്രയാണ് വരിക? 0.4 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? ഇനി ഇതേപോലെ തന്നെ
പ്ലാനിൽ വരച്ച കോളംസ് നമുക്ക് എന്തിൽ കാണിക്കണം? എന്തിൽ കാണിക്കണം? എലിവേഷനിലും കാണിക്കണം, വേണ്ടേ? ഇതിൽ നമുക്ക് എന്താ മാർക്ക് ചെയ്യാനായിട്ട് വരിക? ഓഫ്സെറ്റ് ആണ്. അതായത് എൻഡ് പോയിന്റിൽ നിന്നുള്ള ഓഫ്സെറ്റ് ആണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. എൻഡ് പോയിന്റിൽ നിന്നുള്ള ഓഫ്സെറ്റ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. അത് എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? 1 സെൻറ്റിമീറ്റർ. അതായത് 50 mm ആണ്. നമ്മൾ സ്കെയിൽ ചെയ്ത വാല്യൂ അനുസരിച്ച് 1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ വിടണം. 1 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് എടുത്ത് ഇതാണ് എന്ത് വരേണ്ടത്? കോളത്തിൻ്റെ സെൻറ്റർ കേട്ടോ. എന്തായിരിക്കണം? ഇതായിരിക്കണം സെൻറ്റർ വരേണ്ടത്. അതുപോലെ തന്നെ എവിടെ നിന്ന് വിടണം? ഇപ്പുറത്തെ കോളത്തേക്കും വിടണം. ഇതാണ് മറ്റേ കോളത്തിൻ്റെ സെൻറ്റർ വരിക. ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ മിനി ഡ്രാഫ്റ്റർ വെച്ച് മറ്റേതിൽ നിന്ന് നേരെ ലൈൻ വരാം. അതായത് പ്ലാനിൽ നിന്ന് നേരെ ലൈൻ വരച്ചാൽ മതി. ഇപ്പം ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇനി നമ്മൾ എന്ത് കൊടുത്താൽ മതി? കോളത്തിൻ്റെ വാല്യൂ ഇട്ട് വരച്ചാൽ മതി. സെൻറ്റർ പോയിന്റുകൾ കിട്ടി. ആദ്യത്തെ കോളത്തിൻ്റെ സൈസ് എത്രയാ? ആദ്യത്തെ കോളത്തിൻ്റെ സൈസ് എത്രയാ? 1 സെന്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ. എത്രയാ? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എങ്ങനെ വരയ്ക്കും? സെൻറ്റർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ എങ്ങനെ വരയ്ക്കും? 0.5 ഇപ്പുറത്തേക്കും 0.5 ഇപ്പുറത്തേക്കും. എന്ത് വരും? കോളത്തിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അത് എത്രത്തോളം വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ നമ്മൾ കോളത്തിന് ഹൈറ്റ് ഇന്നതാണ് കൊടുത്തിട്ടുള്ളതെന്നും പറഞ്ഞ് നമുക്കൊന്ന് എഴുതാം. കോളത്തിൻ്റെ ഹൈറ്റ് ഓഫ് ദി കോളം ഈസ് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. ആ വാല്യൂവിനെ എന്ത് ചെയ്യുക? സ്കെയിൽ ചെയ്തിട്ട് ആ വാല്യൂവിൽ എന്ത് ചെയ്യുക? കോളം വരച്ച് കൊടുക്കുക. നമുക്കിങ്ങനെ ഡാറ്റയിൽ തരാത്ത കാരണം നമ്മളിങ്ങനെ എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അത് എത്ര വേണമെങ്കിലും ലെവലിലാവാം, എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ആവാം. അടുത്ത കോളം നോക്കി. കോളം ബി. കോളം എ വരച്ച് കഴിഞ്ഞു. കോളം ബി പറഞ്ഞ് 1.2 ആണ് വരുന്നത്. അപ്പോൾ എത്ര കൊടുക്കണം? 0.6 അപ്പുറത്തേക്കും കൊടുക്കണം, 0.6 ഇപ്പുറത്തേക്കും കൊടുക്കണം. 0.6 ഇവിടെയും 0.6. എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. നമുക്ക് ഹൈറ്റ് തരാത്തതുകൊണ്ട് എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറവ് കൂടുതൽ വരയ്ക്കരുത്. വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ ഹൈറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോളം എയുടെ ഹൈറ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ കോളം ബിയുടെ ഹൈറ്റ് ഇന്നതാണെന്ന് നമ്മൾ തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. എപ്പോഴും നല്ലത് സെയിം ഹൈറ്റിൽ തന്നെ രണ്ടും കൊടുക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. അതായത് രണ്ട് കോളത്തിനും കൂടി ഒരൊറ്റ ഫൂട്ടിങ്ങിൽ രണ്ട് കോളം കൺസ്ട്രക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഫൂട്ടിങ്ങിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് അതിനെന്ത് പറയുന്നു? കമ്പൈൻഡ് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ്.
ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്ത എന്താണ് വരുന്നത്? നേരത്തെ തന്ന പോലെ കമ്പൈൻഡ് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ഫൂട്ടിങ്ങേ ഉള്ളൂ, പക്ഷെ എന്ത് വരുന്നുണ്ട്? ഫൂട്ടിങ് ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ കോളം എത്ര എണ്ണം ഉണ്ട്? 2 വരുന്നുണ്ട്. ഷേപ്പ് ഏതാണ് വരുന്നത്? നേരത്തെ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പാണ് വരച്ചത്. ഈ ഷേപ്പ് ഏതാണ്? ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. എന്താ വരുന്നത്? ഈ ഷേപ്പ് ഏതാ? ട്രപ്പീസിയത്തിന്റെ. ട്രപ്പീസിയ ആയതുകൊണ്ട് എന്താണ്? ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. എന്താണ്? ട്രപ്പിസോയിഡൽ. പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്. കാരണം എന്താ? ഫൂട്ടിങ്ങിൻ്റെ ഷേപ്പ് ട്രപ്പിസിയാണ്. ട്രപ്പീസിയത്തിൻ്റെ എന്താണ്? ഫൂട്ടിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ട്രപ്പീസിയത്തിൻ്റെ 2 പാരലലായിട്ട് വരുന്ന സൈഡിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 കോളത്തിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാട്ടോ. ഡാറ്റാസ് ഇതിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യുക. വോയിസ് ക്ലിയർ ആവണില്ല. എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പറയാം. വോയിസ് ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് കേൾക്കുന്നത്. ആരാ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ആരാണ്? ഹലോ, വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് എനിക്ക് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്നൊന്ന് പറയൂ. വ്യക്തമാവണില്ല. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പം അത് ശരിയാവട്ടെ. നോക്കിയേ, ടോട്ടൽ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ടോട്ടൽ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 6050. 6050. 6050. നോട്ട് ചെയ്ത് വയ്ക്കാട്ടെ ഡാറ്റാസ്. ലെങ്ത്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്ത് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയാം. എത്രയാണ് വരുന്നത്? 6050 mm. പിന്നെന്താണ്? ട്രപ്പീസിയാണ് ഷേപ്പ്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഡയമെൻഷൻ വേണം. ട്രപ്പീസിയത്തിൻ്റെ 2 പാരലലായിട്ട് വരുന്ന സൈഡുകളുടെ ലെങ്ത് എത്രയാ? 2 പാരലൽ സൈഡ്സിൻ്റെ വോയിസ് ക്ലിയർ ആവാത്ത ആൾക്കാർ, ബ്രേക്ക് ആവുന്ന ആൾക്കാർ മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംസാരിക്കുന്ന ആൾക്കാർ മ്യൂട്ട് ചെയ്യുക.
പറയണത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് പാരലൽ ആയിട്ട് വരുന്ന രണ്ട് സൈഡ്സിന്റെ ലെങ്ത് എത്രയാ? എത്രയാ വരുന്നേ? കുറഞ്ഞത് 1000 എണ്ണം. 1000. ചെറിയ സൈഡ് 2200. മറ്റേ സൈഡ് എത്രയാണ്? 2200 mm. കോളം എ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ കോളം എന്ന് കൊടുക്കുക, ഒരെണ്ണം ഇന്റീരിയർ ആയിട്ടുള്ള കോളം കൊടുക്കുക. 500 mm ആണ്. 500 mm by 500 mm ആണ് കോളം എയുടെ വരുന്നത്. കോളം ബി എത്രയാണ് വരുന്നത്? 600 mm. നമുക്ക് നേരത്തെ തന്ന ക്വസ്റ്റ്യനിലെ സെയിം തന്നെയാണ് കോളംസ് തന്നിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഡാറ്റാസ് എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കണു. ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ഡാറ്റാസ് എഴുതിയെടുക്കാം കേട്ടോ. എന്താണ് വരിക? പ്ലാൻ വരയ്ക്കണം. പ്ലാൻ വരയ്ക്കണമെങ്കിൽ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് ആണ്. എന്താണ് സൈസ് വരിക? സൈസ് ഷേപ്പ് ട്രപ്പീസി ആണ്. ഇപ്പം എന്ത് ചെയ്യണം? ട്രപ്പീസി എങ്ങനെ വരയ്ക്കുക? രണ്ട് സൈഡ് പാരലൽസ് വരുന്നുണ്ട്. പിന്നെന്താണ്? രണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സൈഡുകളാണ് വരുന്നത്. ഇപ്പം എങ്ങനെ വരയ്ക്കുക ട്രപ്പീസിയം? ആദ്യം നമ്മൾ ഈ ചെറിയ വശം വരയ്ക്കുക. എന്താ? ചെറിയ സൈഡ് വരയ്ക്കുക. ഈ സൈഡ് വരയ്ക്കുക. എത്രയാ? 1000ൻ്റെ സൈഡ് വരയ്ക്കുക. 1000 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് ഏറ്റവും കൂടുതലുള്ള വാല്യൂ 6050 ആണ്. ഇതിനെ സ്കെയിൽ ചെയ്ത് നോക്കുക. എത്രയാണ് വരുന്നത്? എത്രയിൽ സ്കെയിൽ ചെയ്യണം? പറയൂ, നോക്കിയിട്ട് പറയൂ. എനിക്ക് തോന്നുന്നു നേരത്തെ ചെയ്ത പോലെ 50 തന്നെ ചെയ്താൽ മതിയാവും. വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. ഒരു 50ൻ്റെ വ്യത്യാസം മാത്രമല്ലേ വരുന്നുള്ളൂ. വൺ 1:50 തന്നെ സ്കെയിൽ ചെയ്യാം. അപ്പം എന്ത് വരും? സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിലേക്ക് ആക്കി 1:50 സ്കെയിൽ ചെയ്യാൻ പോവാണ്. എത്ര വരും വാല്യൂ? കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയൂ. $605 ഡിവൈഡഡ് ബൈ 50 എത്ര വരിക? 605 ഡിവൈഡഡ് ബൈ 50. 12.1 സെൻറ്റിമീറ്റർ. നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഏതാ വരിക? നമുക്ക് 200 ആയിരിക്കും വരിക. എന്തിൻ്റെ? അതായത് ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് അല്ലേ? ഏറ്റവും കുറഞ്ഞത് അത് തന്നെയായിരിക്കും വാല്യൂ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 20 ആയിരിക്കും സെൻറ്റിമീറ്റർ വരിക. 50 കൊണ്ട് സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.4 സെൻറ്റിമീറ്റർ. 1:50 സ്കെയിൽ ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. വരച്ചു തുടങ്ങാം. പ്ലാൻ വരയ്ക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് വരയ്ക്കണം? ചെറിയ സൈഡാണ് വരയ്ക്കേണ്ടത്. അതായത് ഇത് 1000നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? അതായത് 50 കൊണ്ടാണല്ലോ സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും വാല്യൂ വരിക?
എത്ര? 5 സെന്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്ററിൽ വരച്ചു. അടുത്ത എന്താണ്? ഇനി എങ്ങനെ ഇപ്പുറത്തെ സൈഡ് വരയ്ക്കുക? ഈ സൈഡ് എങ്ങനെ വരയ്ക്കുക? സെന്റർ ലൈൻ പിടിക്കുന്നത്. ആ, സെൻറ്ററിലായിട്ട് ലൈൻ വരയ്ക്കുക. സെൻറ്ററിലായിട്ട് ലൈൻ വരയ്ക്കുക. ഈ സെൻറ്റർ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എത്ര വേണം, അല്ലെങ്കിൽ ലെങ്ത് എത്ര കൊടുക്കണം? ഫൂട്ടിങ്ങിൻ്റെ ടോട്ടൽ സ്പാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാണ്? 6050 mm. അതിന് സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 12.1. ആ 12.1 ആയിരിക്കണം നമ്മൾ ഈ സെൻറ്റർ ലൈൻ വരയ്ക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് സൈഡ് എങ്ങനെ വരയ്ക്കും? രണ്ടാമത്തെ സൈഡ് സെൻറ്റർ ലൈൻ കിട്ടി. നമുക്ക് വരുന്ന വാല്യൂ എത്രയാണ്? 2200. അതായത് 2200 ആണ് വരുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് വരും? 220 ഡിവൈഡഡ് ബൈ 50 സ്കെയിൽ ചെയ്യുന്നത്. എത്ര വരും? 1.1. സോറി, എത്ര? 4.4. കിട്ടിയോ? 1000 തന്നെ ചെയ്തപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. ഇപ്പോൾ 2200 ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആണോ കിട്ടുക? അല്ല, 2220 അല്ലേ വരും? 220. അല്ല, 205 വരുന്നല്ലേ? 220. 220 വരും. 44. എന്താ? 44. 220/50. 44. 220 ഡിവൈഡ് ചെയ്താൽ 4.4. എത്ര? 4.4 ആണ്. എത്ര വരുന്നേ? 4.4. എനിക്ക് ക്ലിയർ ആവണില്ല. 0.5 ഇല്ല. 0.4ന്റെ 0.5ന്റെ അധികം വാല്യൂ പറയൂ. എത്രയാ വരുന്നേ? 4.4. 1000 കൊടുക്കുമ്പോൾ 5 എങ്ങനെയാ വരുന്നത്? കുറയുമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് 1000 ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ വരുന്നു നിങ്ങൾ പറഞ്ഞേ. അപ്പൊ ഈ 2200 ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് 4 സംതിങ് കിട്ടുന്നേ? 1000 ചെയ്യുമ്പോൾ എത്രയല്ലേ ചെയ്യണ്ടേ? 100 ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ അത് മറന്നു പോകുന്നത്? 2 സെന്റിമീറ്റർ വരുള്ളൂ. 4.4. അതായത് 1000 എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു സെന്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് 100 സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം സ്കെയിൽ ചെയ്യാൻ. അപ്പൊ എത്രയാ വരുന്നത്? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ വരുള്ളൂ. ആ, അത് കറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. 2 സെന്റിമീറ്റർ. വലിയ സൈഡ് എത്ര വരുന്നത്? 4.4. അപ്പൊ നമുക്ക് ഈ സെന്റർ പോയിന്റ് ഇതാണെങ്കിൽ മുകളിലേക്ക് എത്ര വരയ്ക്കേണ്ടി വരും? താഴേക്ക് എത്ര വരയ്ക്കേണ്ടി വരും? ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 2.2 കിട്ടും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മുകളിലേക്ക്, അതായത് 2 പകുതി ആക്കണു ഈ സെന്ററിനെ. അതായത് 2.2 ഇങ്ങോട്ടും വരും, 2.2 താഴേക്കും വരും. ക്ലിയർ ആയോ? ഇനി ട്രപ്പീസി നമുക്ക് കംപ്ലീറ്റ് ആക്കി കൂടെ? ഇങ്ങനെ ഇത് ജോയിൻ ചെയ്താൽ പോരെ? ട്രപ്പീസി ആയില്ലേ? ഓക്കെ. ആ സെൻട്രൽ ലൈൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് എന്ത് വരയ്ക്കാൻ വേണം? അവിടെ കോളം വരയ്ക്കാനായിട്ട് ആവശ്യമുണ്ട്. കോളം വരച്ചതിന് ശേഷം അത് മായ്ച്ചു കളയാം കേട്ടോ. എന്താണ് വരുന്ന കോളത്തിൻ്റെ സൈസ് പറഞ്ഞേ? 500/500, 500/500 ആണ് വരുന്നത്. എന്ത് വരും?
500 സ്കെയിൽ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തു തന്നെയാണ്. 1 സെൻറ്റിമീറ്റർ. നമ്മൾ അടുത്തത് എത്ര തന്നിട്ടുള്ളത്? 600 mm അല്ലേ? അപ്പോൾ 60 ആയിരിക്കും വരിക. 50 കൊണ്ട് ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1.2 അല്ലേ? അപ്പോൾ കോളത്തിൻ്റെ സൈസ് നമ്മൾ കറക്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത് വരയ്ക്കാനായിട്ട്? എത്ര ഓഫ്സെറ്റിലാണ് ഇരിക്കുന്നതെന്നുള്ളത് അല്ലേ? നോക്കിയേ, ഇതിൽ തന്നിട്ടുണ്ടോ? നോക്കിയിട്ട് പറഞ്ഞേ, എത്രയാണ് വരുന്നത് ഓഫ്സെറ്റ് എന്ന്? ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 500. ഇപ്പുറത്തെയോ? കോളം ബിയുടെ 550. അപ്പോൾ നമുക്ക് ആദ്യം 500 ചെയ്യുമ്പോൾ എത്ര വരിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയാണല്ലോ വരിക. അപ്പോൾ എന്ത് ചെയ്യണം? 1 സെൻറ്റിമീറ്ററിൽ ഓഫ്സെറ്റ് കൊടുക്കാം. ഇവിടെ എത്രയാണ് വരുന്നത്? 550 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? സ്കെയിൽ ചെയ്തേ. 550 mm എന്ന് പറയുമ്പോൾ 55 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50യിലാണ് സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ എത്ര വരും വാല്യൂ? ഓഫ്സെറ്റിൻ്റെ വാല്യൂ എത്ര വരിക വാല്യൂ? 1. എന്താ? 1.1. 1.1. ഇപ്പം എന്ത് ചെയ്യണം? 1.1ൽ ഇവിടെ നിന്നും ഓഫ്സെറ്റ് എടുക്കണം. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക 1.1. അപ്പോൾ നമുക്ക് സെൻറ്റർ പോയിൻറ്റുകൾ കിട്ടി. കോളത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റുകൾ കിട്ടി. ഇനി വരച്ചാൽ പോരെ കോളം ഇതിൽ? ഇവിടെ 1 സെൻറ്റിമീറ്ററിൻ്റെ കോളാണ് വരുന്നത്. ഇപ്പുറത്തോ 1.2 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വരയ്ക്കാനായിട്ട് 4 സൈഡിലേക്ക് എത്ര വെച്ച് കൊടുക്കേണ്ടി വരും 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ? പറയൂ. 0.5 ഇപ്പുറത്തേക്കും മുകളിലേക്കും താഴേക്കും കൊടുക്കണു. കോളം വരയ്ക്കണു. അതുപോലെ 1.2 ആണ് ഇപ്പുറത്തെ കോളം. അപ്പോൾ എത്ര വെച്ച് കൊടുക്കേണ്ടി വരും? 0.6 അല്ലേ? 0.6 ഇപ്പുറത്തേക്കും 0.6 ഇപ്പുറത്തേക്കും മുകളിലേക്കും താഴേക്കും കൊടുത്തു. നമ്മളതൊരു കോളാക്കിയിട്ട് വരച്ചു. ക്ലിയർ ആയല്ലോ? നേരത്തെ ചെയ്ത അതേ സെയിം തന്നെയാണ്. പക്ഷേ എന്താണ്? ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ റെക്റ്റാങ്കുലർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏതാണ് ഷേപ്പ് വന്നിട്ടുള്ളത്? ട്രപ്പീസിയം ഷേപ്പാണ്. അത് ട്രപ്പിസോയിഡിലാണ് ഫൂട്ടിങ് വന്നിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ട്രപ്പീസിയം വരയ്ക്കുന്നതിൻ്റെ മെത്തേഡും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഈ ഇൻക്ലൈൻഡ് ലൈനൊന്നും എടുത്ത് വരയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് 2 പാരലൽ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ട്രപ്പീസിയം നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഇനി എന്ത് വരയ്ക്കാം? എന്ത് വരയ്ക്കാം? സെക്ഷൻ വരയ്ക്കാം അല്ലേ? സെക്ഷനിലെ എലിവേഷൻ വരയ്ക്കാം. നോക്കിയേ, ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത്ത് വരച്ചു. ട്രപ്പീസി ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? എലിവേഷനിൽ കാണുമ്പോൾ
റെക്റ്റാങ്കുലർ ഷേപ്പ് തന്നെ കാണുള്ളൂ അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ട്രപ്പീസിയാണ്. പ്ലാനിൽ നമുക്ക് ട്രപ്പീസി ആണെങ്കിലും സെക്ഷനിൽ നമുക്ക് അല്ല എലവേഷനിൽ നമുക്ക് എങ്ങനെ കാണുക? അതിൻ്റെ ഡെപ്ത് മാത്രമേ നമുക്ക് കാണുള്ളൂ, അതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റെക്റ്റാങ്കിൾ ആയിരിക്കും വരിക. ഡെപ്ത് നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വാല്യൂവിന് തെറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. 250 അല്ല, 550 കേട്ടോ ഓഫ്സെറ്റ്. ഇവിടെ 500. ഡെപ്ത് നോട്ട് ചെയ്ത് എത്ര വരുന്നത്? 250 കൊടുത്തിട്ടുണ്ട്. പില്ലറിന്റെ സെന്റർക്ക് അല്ലാതാണ്. ആ, ഇവിടെ സെന്ററിലേക്ക് തന്നെയാണോ കാണിച്ചിട്ടുണ്ടായിരുന്നത്? സെന്റർ ആണല്ലേ? ആ, സെന്ററിലേക്കുള്ളതാ. അതായത് നിങ്ങൾ ഇതിൽ കാണിച്ച പോലെ ഡയമെൻഷൻ ചെയ്യാം കേട്ടോ. അതായത് ഇതിൽ കാണിച്ച പോലെ, അതായത് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യുക. പ്ലാനിൽ എന്താണോ നമ്മൾ വരച്ചിട്ടുള്ളത് അതേപോലെ സെക്ഷനിലും വരച്ചു കൊടുക്കാം. സെക്ഷനിൽ എലവേഷനിൽ നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള ഓഫ്സെറ്റ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മെയിനായിട്ട് എന്ത് കാണിച്ചാൽ മതി? ഡെപ്താണ് കാണിക്കേണ്ടത് എലവേഷനിൽ കേട്ടോ. ഡെപ്ത് കാണിക്കാനായിട്ട് മറക്കരുത്. ഡെപ്ത് എത്രയാണ് വരുന്നത്? 200 ആണ്. നോട്ട് ചെയ്തു. 2 കോളത്തിൻ്റെ സൈസും നോട്ട് ചെയ്തതാണ്. സെക്ഷൻ വരയ്ക്കാം. ഇനി സെക്ഷൻ വരിക അല്ലെങ്കിൽ എലവേഷൻ വരും. എലവേഷൻ എന്താ വരുന്നത്? നമ്മൾ എത്ര ഇല വരച്ചേ? എത്ര ഇല വരച്ച? ലെങ്ത് എത്രയാണ് കൊടുത്തേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ പോയല്ലോ. ആ, എൻ്റെ നെറ്റ് ഒന്ന് കട്ടായതാണ്. വൈഫൈ കട്ട്. ലെങ്ത്തിൽ എത്രയാണ് വരച്ചത് നമ്മൾ? പറഞ്ഞേ. പ്ലാൻ പോയിട്ടുണ്ട്. എത്രയാണ് വരച്ചേ? എലവേഷനാണ് വരയ്ക്കാൻ പോകുന്നത്. ലെങ്ത് എത്രയല്ല വരച്ചേ? 12.1. 12.1 വരച്ചു. എന്ത് ചെയ്യണം? ഡെപ്ത് എത്രയാ? 0.4. എന്ത് വരും? 0.4 സെൻറ്റിമീറ്റർ. ഡെപ്ത് 0.4.
എന്ത് ചെയ്യണം? നേരത്തെ വരച്ച പോലെ ഓഫ്സെറ്റ് കൊടുക്കുക, കോളം വരയ്ക്കുക. എത്രയാണ് ഓഫ്സെറ്റ് വരുന്നത്? 500 വരുന്നത്. അതായത് എത്ര കൊടുക്കണം? 1 സെൻറ്റിമീറ്റർ. എത്രയാ? 1 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് എത്ര കൊടുക്കണം? 1.1 അല്ലേ വന്നേ? ആണോ? 1.1 ആണോ വന്നേ? അതായത് 550. 55/50 ചെയ്തപ്പോൾ എത്ര വന്നു? 1.1. ക്ലിയർ ആണല്ലോ? 2 ഓഫ്സെറ്റും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെയാണ് സെൻറ്റർ വരിക കോളത്തിൻ്റെ. ഫസ്റ്റ് കോളം 500/500 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങോട്ട് വരച്ചു. അതായത് സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ കോളം വരച്ചു. ഇവിടെ എങ്ങനെയാ? 600 വരുന്നത്. എത്രയാ? 1.2 ആണ് വരുന്നത്. അതായത് 0.6 ഇപ്പുറത്തേക്കും കൊടുത്തു, 0.6 ഇപ്പുറത്തേക്കും കൊടുത്തു, കോളം വരച്ചു. ക്ലിയർ ആയോ? എലവേഷനൊക്കെ വരയ്ക്കുന്നത് നേരത്തെ സെയിം വരച്ച മോഡൽ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ?